ഭൂട്ടാനിൽ നിന്ന് കടത്തിയ ആഡംബര കാറുകൾ വാങ്ങിയ സംഭവത്തിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ ഉടമകൾക്ക് തന്നെ വിട്ടുകൊടുക്കാൻ കസ്റ്റംസ്. വാഹനങ്ങൾ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ നോട്ടീസ് നൽകും. ദുൽഖർ സൽമാന്റെ നിസാൻ പെട്രോൾ കാർ പിടിച്ചെടുക്കും. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചേക്കും. തന്റെ കയ്യിലുള്ളത് കള്ളക്കടത്ത് വാഹനം അല്ലെന്ന് നടൻ അമിത് ചക്കാലക്കൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്നലെ ഇവിടെ വന്ന സമയം അവർ ആ വണ്ടിയുടെ ഡോക്യുമെന്റ്സും എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ആ വണ്ടി 1999 രജിസ്റ്റർ ചെയ്തതിൻ്റെ അവർക്കത് ഓൺലൈൻ കയറി രജിസ്റ്റർ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ RTO ഇവിടെ നേരിട്ട് വന്ന് RTOയുടെ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ രജിസ്ട്രേഷൻ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ ആ വണ്ടിയും ഇവിടെ കിടന്നിരുന്ന വേറൊരു LCയും പിന്നെ എൻ്റെ മറ്റേ അവിടെ പ്രാഡോയും അതിൻ്റെയും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെക്ക് ചെയ്ത സമയത്ത് ജെന്യുവൻ ആയിട്ടാണെന്ന് പറഞ്ഞ് അവർ റിപ്പോർട്ട് ഇവിടെ നിന്ന് കൊടുത്തു. അപ്പോൾ ഇവർക്ക് ബേസിക്കലി അറിയേണ്ടത് ഈ വർഷങ്ങളിൽ വന്നേക്കുന്ന വിദേശത്തുനിന്ന് ഭൂട്ടാനെന്ന് മറ്റേ ഈ കഴിഞ്ഞ 1-2 വർഷമായിട്ട് വന്നേക്കുന്ന വണ്ടികളിൽ പെടുന്നതാണോ എന്നുള്ളായിരുന്നു. ഇപ്പം ഞാൻ തന്നെ എൻ്റെ വണ്ടി 5 വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ പഴയ ഒരു 10-15 വർഷങ്ങൾ മുമ്പ് ഓരോ കൈമാറ്റങ്ങൾ നടന്നതിൻ്റെയും സെയിൽ ചെയ്തതിൻ്റെ എല്ലാ ഫോട്ടോസും ഉൾപ്പെടെ ഒറിജിനൽസ് എല്ലാം ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് അത് വെരിഫൈ ചെയ്യണം. നിതിൻ അംബുജൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. നിതിൻ, ഓപ്പറേഷൻ നംഖോറിന്റെ ഭാഗമായി കസ്റ്റംസ് വാഹനങ്ങൾ ഏതെങ്കിലും പിടിച്ചെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഈ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് താരങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന വാഹനങ്ങളുടെ കാര്യത്തിലൊക്കെ എന്ത് തുടർ നടപടിയാണ് കസ്റ്റംസിന്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പോകുന്നത്? പരിശോധനയിൽ ഏതാണ്ട് 36 വാഹനങ്ങളാണ് ഇതുവരെ പിടികൂടിയിരിക്കുന്നത്. ഈ പിടികൂടിയ വാഹനങ്ങൾ ഉടമകൾക്ക് തന്നെ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിയമ നടപടികൾ അവസാനിക്കും വരെ അത് ഉപയോഗിക്കാൻ അനുവദിക്കില്ല. സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കാനാകും കസ്റ്റംസ് നോട്ടീസ് നൽകുക. കുറ്റം തെളിഞ്ഞാൽ വാഹനങ്ങൾ കണ്ടുകെട്ടും. ഇനി അഥവാ ഗുരുതരമായ കുറ്റമല്ലെങ്കിൽ ഒരുപക്ഷെ പിഴ ഈടാക്കി അതിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കുമെന്ന ഒരു വിവരമാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും ഇതൊരു വലിയ മാനങ്ങളുള്ള കേസാണെന്ന് നേരത്തെ തന്നെ കസ്റ്റംസ് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ അതിൽ ഗുരുതരമായ നിയമ നടപടി സ്വീകരിക്കേണ്ടി വരും. കസ്റ്റംസ് നിയമമനുസരിച്ചുള്ള നടപടികൾക്ക് എന്തായാലും കസ്റ്റംസ് പോകും. ഒരുപക്ഷെ ഉടമസ്ഥരെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കസ്റ്റംസ് നീങ്ങുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ കൂടുതൽ കേന്ദ്ര ഏജൻസികളും ഈ അന്വേഷണത്തിന്റെ ഭാഗമാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ED അടക്കമുള്ളവ ഇത് ഈ ഒരു കേസിൽ അന്വേഷിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. കാരണം വാഹന ഇടപാടുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ കസ്റ്റംസ് പങ്കുവയ്ക്കുന്നത്. അത് പ്രകാരം EDയും ഈ കേസ് അന്വേഷിക്കും. അതിന്റെ നടപടികൾ ഇതിനും തന്നെ പ്രാഥമിക നടപടിയിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനും തന്നെ വിവരങ്ങൾ ശേഖരിച്ചു. ED കസ്റ്റംസിൽ വിവരങ്ങൾ ശേഖരിച്ചു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. കൂടാതെ ദുൽഖർ സൽമാന്റെ 2 വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നു. ഇനിയും 2 വാഹനങ്ങൾ കൂടി പിടിച്ചെടുക്കുമെന്ന വിവരവും കസ്റ്റംസ് പങ്കുവയ്ക്കുന്നു. പ്രധാനമായും നിസാൻ കാറുകളാണ്, നിസാൻ പെട്രോളിന്റെ 2 കാറുകളാണ് ഇനി പിടിച്ചെടുക്കുക. ഇവ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം കഴിഞ്ഞ ദിവസം കസ്റ്റംസിന്റെ ഭാഗത്തുനിന്ന് നടന്നത്. പക്ഷേ ആ വാഹനങ്ങൾ ഇതുവരെ കസ്റ്റംസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോഴും തുടരുന്നുണ്ട്. നിലവിൽ പിടിച്ചെടുത്ത ഒരു വാഹനം ഇതുവരെ കസ്റ്റംസിന് അത് കൊണ്ടുവരാൻ സാധിച്ചില്ല. പ്രത്യേകിച്ച് അതിന്റെ ഫിറ്റ്നസ് അടക്കമുള്ള കഴിഞ്ഞത് കൊണ്ടാണ്, പ്രശ്നമുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ ഓടിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത വിവരമാണ് കസ്റ്റംസ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. എന്തായാലും വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ ഇതിന്റെ മറ്റ് മാനങ്ങൾ, പ്രത്യേകിച്ചും കൂടുതൽ കേന്ദ്ര ഏജൻസികൾ ഇതിൽ ഉൾപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണം ശക്തമാക്കാനാണ് തീരുമാനം. നമുക്കറിയാം കേരളത്തിൽ ഏതാണ്ട് 150 മുതൽ 200ഓളം വാഹനങ്ങൾ ഉണ്ടെന്ന് വിവരം കസ്റ്റംസ് തന്നെ പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും ഓപ്പറേഷൻ നങ്കൂറിന്റെ ഭാഗമായി കൂടുതൽ വാഹനങ്ങളും ഇത്തരത്തിലെ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതോടൊപ്പം തന്നെ കസ്റ്റംസ് ഉടനെ തന്നെ സമൻസ് ദുൽഖർ സൽമാന് നൽകുമെന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ദുൽഖർ സൽമാൻ നേരിട്ട് ഹാജരാകേണ്ട സാഹചര്യം ഉണ്ടാകും. രേഖകളൊക്കെ തന്നെ കൃത്യമായ രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ മറ്റ് നിയമ നടപടിയിലേക്കും കസ്റ്റംസ് നീങ്ങാൻ സാധ്യതയുണ്ട്. അതിനുള്ള പ്രാരംഭ നടപടികൾ ഇതിലും തന്നെ കസ്റ്റംസ് ഇപ്പോൾ സ്വീകരിച്ചു. ഇന്നലെ അമിത് ചക്കാലക്കലിനെ മണിക്കൂറുകളോളം കസ്റ്റംസ് മൊഴിയെടുത്തിരുന്നു. അതിനുശേഷം ഇനിയൊരു വിശദമായ ചോദ്യം ചെയ്യലേക്ക് എന്തായാലും കസ്റ്റംസ് കടക്കുമെന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. എന്തായാലും നിതിൻ, ഇതെല്ലാം കള്ളക്കടത്ത് വാഹനങ്ങളാണ് എന്നാണോ കസ്റ്റംസ് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ ഇടപാടിൽ നടന്മാർ കുടുങ്ങിപ്പോയതാണോ? ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇനി എന്തെങ്കിലും തുടർ ചോദ്യം ചെയ്യലുകളോ അന്വേഷണങ്ങളോ നേരിടേണ്ടി വരുമോ നിലവിലെ സാഹചര്യത്തിൽ? ഇതിൽ പ്രധാനമായും നടന്മാർ കുടുങ്ങിയതാണോ എന്ന കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ ഇത് ഇവരെ തെറ്റിദ്ധരിപ്പിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ സംശയമുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുവരെ പരിശോധിച്ച രേഖകളിൽ ചില അവ്യക്തതകൾ ആ രേഖകളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വാഹനം പിടിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ അവ്യക്തത ഉള്ള രേഖകളിൽ വിശദമായ പരിശോധന നടക്കുകയാണ്. നടന്മാരും അതോടൊപ്പം തന്നെ മറ്റ് വാഹനങ്ങളുടെ ഉടമസ്ഥരും ഇതുമായി ബന്ധപ്പെട്ട് രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ മറ്റ് കൂടുതൽ നടപടിയിലേക്ക് പോകാനാണ് ഇപ്പോൾ കസ്റ്റംസ് ആലോചിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വാഹനവുമായി ബന്ധപ്പെട്ട ഡീലർമാരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ കസ്റ്റംസിന്റെ ഭാഗത്തുനിന്ന് നടന്നു വരുന്നുണ്ട്. ഒരു വിശദമായ പട്ടിക തയ്യാറാക്കി തന്നെയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതിൽ ഏതാണ്ട് 36 വാഹനം പിടിച്ചെടുത്തെന്ന് നേരത്തെ സൂചിപ്പിച്ചു. ഇനി കൂടുതൽ വാഹനങ്ങളും ഇത്തരത്തിൽ ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരും. അതോടൊപ്പം തന്നെ ഈ വാഹന
ഡീലർമാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് നടത്തുന്ന റാക്കറ്റാണ് ഇതിന് പിന്നിലെന്ന് പ്രവർത്തിക്കുന്നതെന്ന് കസ്റ്റംസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അവ കേന്ദ്രീകരിച്ച് ഇതിന്റെ ഉപഭോക്താക്കളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമ്പോൾ തന്നെ ഈ റാക്കറ്റുകൾ ഏതൊക്കെ നിലയിൽ പ്രവർത്തിച്ചു, അതോടൊപ്പം തന്നെ ഇവരുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെയാണ്, ഈ റാക്കറ്റിലേക്ക് ഈ ഒരു സംഘം എത്തിയത് അല്ലെങ്കിൽ ഈ ഉപഭോക്താക്കൾ എത്തിയത് എങ്ങനെയാണ് തുടങ്ങിയ വിവരങ്ങളൊക്കെയാണ് പ്രധാനമായും കസ്റ്റംസ്. ശരി നിതിൻ, ഏതായാലും ഈ കാര്യങ്ങളിൽ കസ്റ്റംസിന്റെ തുടർ നടപടികൾ ഉണ്ടാകും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനകൾ ആവശ്യമാണെങ്കിൽ അതിലേക്കും കാര്യങ്ങൾ കടക്കും. പ്രത്യേകിച്ച് ഇതിന് പിന്നിലെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമാകുന്ന ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ഈ കേസ് ഏറ്റെടുക്കും. നിലവിൽ ഈ നടന്മാരുടെ കൈകളിലേക്ക് വാഹനങ്ങൾ എത്തിയത് ഇതിന് പിന്നിലുള്ള മറ്റ് തട്ടിപ്പുകളെ കുറിച്ച് അറിയാതെയാണോ എന്ന കാര്യത്തിലൊക്കെയുള്ള അവ്യക്തതകൾ നീക്കുന്ന തരത്തിലായിരിക്കും ഇനി തുടരന്വേഷണം ഉണ്ടാവുക എന്നാണ് നിതിൻ അംബുജൻ ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.